നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതിയ വാർത്താ വിശേഷങ്ങൾ എല്ലാ ദിവസവും നമ്മളെ തേടിയെത്താറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയപരമായ വിഷയങ്ങളാണല്ലോ ചൂടുപിടിച്ച് നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ കൂടിയായ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹം ചില നാളുകൾക്ക് മുമ്പ് RSSന്റെ ജനറൽ സെക്രട്ടറിയായ ദത്തോത്രേയ ഹൊസബോളയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ CPM-ന് പ്രത്യേകിച്ച് ബാധ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞ് MV ഗോവിന്ദൻ മാഷ് കൈയൊഴിക്കും. മാത്രമല്ല, ഇത് പരിശോധിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പക്ഷം. എന്നാൽ ഈ വിഷയം DGP അന്വേഷിക്കുമെന്ന് LDF-ന്റെ പുതിയ കൺവീനറായ TP രാമകൃഷ്ണൻ അവരോടും പറഞ്ഞിരിക്കും. എന്നാൽ ഈ ADGP ആഭ്യന്തര വകുപ്പുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാളായതുകൊണ്ട് എങ്ങനെ അത് അദ്ദേഹത്തെ മാറ്റി നിർത്താതെ അന്വേഷണം സാധ്യമാകുമെന്നതിനെ കുറിച്ചാണ് പൊതുവെയുള്ള വിമർശനവും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് അന്വേഷിക്കണം, അന്വേഷിച്ച് സത്യം തെളിയിക്കണം എന്നുള്ളതാണ് ADGP-യുടെയും വാദം. എന്നാൽ കഴിഞ്ഞ ദിവസം ADGP പറഞ്ഞൊരു പ്രസ്താവന ഞാൻ ശ്രദ്ധിച്ചു. അതായത് ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചുമതലകളുള്ള DGP ആകട്ടെ ADGP ആകട്ടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാനത്തിൻ്റെ സുരക്ഷയെ കണക്കിലെടുത്തുകൊണ്ട് പല പാർട്ടി നേതാക്കന്മാരുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യത്യസ്തമായ തലങ്ങളിലുള്ള ആളുകളുമായിട്ടൊക്കെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ നിലയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞു. എന്തു തന്നെയായിരുന്നാലും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണോ പറഞ്ഞത് ഇല്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. ഈ വിഷയത്തിലൊക്കെ മുഖ്യമന്ത്രിയാണ് മറുപടി കൊടുക്കേണ്ടത്. ഏതായാലും വളരെ ചൂടേറിയ ചർച്ചകൾ വീണ്ടും പിടികൊളുത്തിപ്പെട്ടിരിക്കുകയാണ്. അതിനിടയിൽ തൃശ്ശൂർ പൂരം കലക്കിയെന്നും തൃശ്ശൂർ BJP ജയിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സംസാരവും ചർച്ചകളും ഇനിയും അവസാനിച്ചിട്ടുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴിയാരി ആ വിഷയത്തെ ആ നിലയിൽ വഷളാക്കി വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ശക്തൻ പ്രതിമ വീണ്ടും അത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം, ഇല്ലെങ്കിൽ താൻ തൻ്റെ നിലയ്ക്ക് അത് ചെയ്യുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതുമെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. എന്ത് തന്നെയായിരുന്നാലും വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല. പ്രത്യാരോപണങ്ങളുമായിട്ട് ആളുകൾ മുന്നിലുണ്ട്. ഇനി എന്തെല്ലാമാണ് കാണാൻ പോകുന്നതെന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ കണ്ടറിയാം. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.